ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് ഞാനൊരു ഇറ്റാലിയൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അത് ഇറ്റാലിയൻ ഡിഷ് വേറൊന്നുമല്ല, ഇറ്റാലിയൻ ഡിഷ് അല്ല, ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്ന റൈസ്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. റിസോട്ടോ എന്നാണ് അതിന് ഇറ്റാലിയനിൽ പറയുന്നത്. ഈ റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ, റിസോട്ടോ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 350 ഗ്രാം റിസോട്ടോ റൈസ്. ഈ റിസോട്ടോ റൈസിൻ്റെ കുക്കിംഗ് ടൈം 12 to 15 മിനിറ്റ്സ് ആണ്. അപ്പം 350 ഗ്രാം റിസോട്ടോ റൈസ്, 2 സുക്കീനി, 2 ക്യാരറ്റ്. റിസോട്ടോ ഉണ്ടാക്കാനായിട്ട് ഇവിടെ റിസോട്ടോ വേകുന്നത് ബ്രോതോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രോത്ത് അതിലാണ്. അത് ബ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് എൻ്റെ ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ബ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ടൊർത്തലീനി ഇൻ ബ്രോതോ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ബ്രോത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണും. ഈസിയാണ്. ഈ ബ്രോത്തിലാണ് ഈ റൈസ് വെന്തെടുക്കുന്നത്. ഇനി ഈ ബ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബ്രോതോ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പം ആ ലിങ്കിൽ ബ്രോത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. 1 കപ്പ് വൈറ്റ് വൈൻ വേണം. ഈ വൈൻ ഒഴിക്കുന്നത് കൊണ്ട് കിക്കാകുമോ ഒന്നും ചെയ്യത്തില്ല, കാരണം അത് ഓൾറെഡി അബ്സോർബ്ഡ് ആയിപ്പോകും. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ വൈൻ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആവശ്യമായ ബാക്കി സാധനങ്ങൾ: 1 സവോള ചെറുതായി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, മല്ലിയില ഗാർണിഷ് ചെയ്യാൻ വേണം, 1 ചെറിയ മിൻറ്റിൻ്റെ ലീഫ് വേണം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഒരു സ്വല്പം മുളക് പൊടി വേണം. ഇപ്പം ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് കുർക്കുമിൻ പൗഡർ അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ ഇപ്പം ഇവിടുത്തെ ഡിഷസിലൊക്കെ ഓൾമോസ്റ്റ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ അത് മൂപ്പിക്കത്തൊന്നുമില്ല, സാധാരണ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒലീവ് ഓയിൽ വേണം ഇതൊന്ന് വഴറ്റാനായിട്ട്. ഇച്ചിരി പെപ്പർ പൗഡർ വേണം, ആവശ്യത്തിന് സോൾട്ട് വേണം. ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ വെജിറ്റബിൾസ് രണ്ടും ഒന്ന് അരിഞ്ഞെടുക്കാം. റിസോട്ടോ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു പാത്രം വെച്ചു. ആ പാത്രം ഗ്യാസ് കത്തിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. ഇത് ഒലീവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. ഒലീവ് ഓയിൽ ഒന്ന് ചൂടായി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് സോട്ടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസ്, ഇവിടുത്തെ റൈസ് കഴുകുകയോ ഒന്നും വേണ്ട, ഡയറക്റ്റാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അരി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, കാരണം അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറണം അരിയുടെ. ഒരു സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇപ്പം ഈ അരി അതിൻ്റെ ഒരു ബ്രൗൺ ചെറിയൊരു കളറൊന്ന് മാറി വന്നു. അത് കുറച്ചൊന്ന് വെന്ത് വരണം. നമ്മൾ നാട്ടിൽ ബൊമ്മസലിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കത്തില്ലേ പായസം, അതുപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മൂത്തൊരു മാതിരി റെഡിയായി. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾ ഉണ്ട്, അതങ്ങോട്ട് ആഡ് ചെയ്തേക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സുക്കീനി ഗ്രേറ്റ് ചെയ്തത്,
ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഇതിനകത്ത് വെജിറ്റബിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഈ ബ്രോത്ത് അല്ലെങ്കിൽ ബ്രോദോ ആഡ് ചെയ്താണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 സ്പൂൺ ബ്രോത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക്. ഇളക്കി യോജിപ്പിക്കാം. ഇത് നമ്മൾ തുറന്നിരുന്നാണ് വേവിക്കുന്നത്. നമ്മൾ നാട്ടിൽ അരി വെക്കുന്ന പോലെ അടച്ച് വെച്ചൊരിക്കലും വേവിക്കത്തില്ല. തുറന്ന് നിന്ന് ഇളക്കി 15 മിനിറ്റ് കൊണ്ടാണ്. ഇതിൻ്റെ കുക്കിംഗ് ടൈം 14 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ 14 മിനിറ്റ് കൊണ്ടാണ് ഇത് വെന്തെടുക്കുന്നത്. അപ്പം ഞാനിപ്പം സ്റ്റോക്ക് നികക്കി ഒഴിച്ചിട്ട് ഇത് വേഗം നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അത് അടിക്ക് പിടിക്കും. ഇത് ജസ്റ്റ് തിളച്ച് വന്നോണ്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1 ഗ്ലാസ് വൈൻ അത് ഇതിലോട്ട് ഒഴിച്ചു, വൈറ്റ് വൈൻ ഒഴിച്ചു കൊടുക്കാം. ഈ വൈറ്റ് വൈൻ കൊണ്ട് അതിന് മണം വരുമോ ഒന്നും ചെയ്യത്തില്ല, കാരണം ഇത് മുഴുവൻ വൈപ്പറൈസ് ചെയ്ത് പോകും. എന്നാലേ ആ വൈറ്റ് വൈൻ ഒഴിച്ചെങ്കിലേ അതിന് യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് ചെറു തീ കിടന്നാണ് ഇത് വെന്ത് വരേണ്ടത്. ഞാനൊരു 14 മിനിറ്റ്സ് ടൈമർ കൂടെ വെച്ചിട്ടുണ്ട്. ബ്രോത്ത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഈ റൈസ് നമ്മൾ ബിരിയാണി ചിലത് പറ്റിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ വേവിച്ച് പറ്റിച്ചെടുക്കുക. പക്ഷെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല, അടപ്പ് വെച്ച് അടയ്ക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തുറന്നിരുന്ന് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ വെള്ളം ബ്രോത്ത് പിന്നെയും പറ്റി ബ്രോദോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, ഒന്നുകൂടെ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. റിസോട്ടോ റൈസ് ഓൾറെഡി ഇങ്ങനെ വലുതായി വരുന്നൊക്കെയുണ്ടോ, അത് വലുതായി വരുന്നത് അത് വേകുമ്പോഴാണ് വലുതായി വരുന്നത്. ഇത് ബ്രോത്ത് മുഴുവൻ അതിൻ്റെ അകത്ത് പറ്റിപ്പോയി. ഇനി അടുത്ത ബാക്കി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം റൈസിൻ്റെ എമൗണ്ട് കൂടി, അത് വെന്തപ്പം ഇളക്കാം. അടിക്ക് പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെ അടിക്ക് പിടിക്കാൻ ചാൻസാണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ബ്രോത്ത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർക്കാം. അത് കുറച്ച് പെപ്പർ, ഒരു സ്പൈസി കൂടുതൽ യൂസ് ചെയ്യത്തില്ലാത്തത് കൊണ്ട് പെപ്പർ കുറച്ച് ആഡ് ചെയ്തു. ഇതിലേക്ക് പാപ്രിക്ക പൗഡറാണ് ഇവരിടുന്നത്, എനിക്കതില്ല, എൻ്റെ കയ്യിൽ അതില്ല. അതുകൊണ്ട് ഞാനൊരു സ്വല്പം, അതായത് 1/2 സ്പൂൺ റെഡ് ചില്ലി ഇട്ടു. മഞ്ഞൾ പൊടി ഇട്ടു, കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾ പൊടി. ഇതൊന്നും ഇവർ ഒത്തിരി യൂസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവർ മഞ്ഞൾ പൊടി ഒരിക്കലും പച്ചക്കുത്തിൽ മാറാൻ നമ്മൾ ചെയ്യുന്നത് പോലെ മൂപ്പിക്കത്തില്ല എണ്ണയിൽ. അവർ ഡയറക്റ്റ് ലാസ്റ്റ് ഇടത്തേ ഉള്ളൂ. അവർ പറയുന്ന അതിൻ്റെ കുറുക്കുമയുടെ കംപ്ലീറ്റ് ഗുണം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനിവേ നമ്മൾ അവരുടെ ഡിഷ് ചെയ്യുന്നതുകൊണ്ട് അവരെങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ. ഇതിൻ്റെ അകത്തോട്ട് ഉണ്ടെങ്കിൽ ഒരു മിൻറ്റ് ലീവ്സ് ഒന്ന് ഇത് ചെയ്തിട്ടേക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം 14 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ റിസോർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റിസോർട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ കളർ കണ്ടോ, നമ്മുടെ 3-4 കളർ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി അത് കാണാൻ, ടേസ്റ്റും ഉണ്ട്. റിസോർട്ട് മുഴുവൻ ഞാനിപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് മല്ലിയില അരിഞ്ഞ്, ഇത് ഓപ്ഷനല്ല, വേണമെന്നുള്ളവർ ഇട്ടാൽ മതിയേ. പക്ഷെ മല്ലിയിലൂടെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
നമ്മൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോഴാണ്. അപ്പം റിസോട്ടോ റെഡി ആയിട്ടുണ്ട്. ഞാൻ മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തു. ഇത് ഇറ്റാലിയൻസ് അല്ല ഫോറിനേഴ്സൊക്കെ കഴിക്കുന്നതാണ്. ഈ റിസോട്ടോ റൈസിനെ കുറിച്ച് പറയുമ്പോൾ അത് കൂടുതലായിട്ടും എല്ലാ ഫോറിൻ രാജ്യങ്ങളിലും കിട്ടും. ഗൾഫ് കൺട്രീസിലെല്ലാം ഇത് കിട്ടുന്നതാണ്. എൻ്റെ സിസ്റ്റർ പറയാറുണ്ട് അവിടെ കിട്ടുമെന്ന്. അപ്പം ഈ റിസോട്ടോ റൈസ് ഇങ്ങനെ ബ്രോതോയിലൊന്ന് വെച്ച് നോക്കിക്കേ, അതായത് ബ്രോതോയിലൊന്ന് ചെയ്ത് നോക്കിക്കേ ഭയങ്കര ടേസ്റ്റാണ്. അത് നാട്ടിൽ നമ്മൾ സാധാരണ ഇനിയിപ്പം നാട്ടിലുള്ളവർക്ക് ഈ റിസോട്ടോ റൈസ് കിട്ടത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന അരി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ അരി, റേഷൻ അരി, അതിലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കാരണം എനിക്ക് തോന്നുന്നില്ല കുഴപ്പമൊന്നും വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം വേറൊരു ടേസ്റ്റ് എങ്ങനെ വരും ഒന്ന് നോക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ എൻ്റെ ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വെറൈറ്റി ഡിഷുമായിട്ട് ഞാൻ വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ. എനിക്ക് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യത്തെ ചാനലിലെ വീഡിയോസിൽ എനിക്ക് കുറച്ച് പ്രൈവറ്റ് കമൻറ്റ്സ് വന്നു. അതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ചാനലിൽ ആരോടും തന്നെ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ പറയുന്നില്ല എന്ന്. ജാടയുള്ളതുകൊണ്ടൊന്നും അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ കുക്ക് ചെയ്യുന്നത്. സോറി, എല്ലാവരോടും സോറി ചോദിക്കുന്നു. ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രൊമോട്ട് ചെയ്യുക. അപ്പം അടുത്ത ഒരു പുതിയ ഡിഷുമായി വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.